അല്ല ഗൈസ്, ഇന്ന് ആരും പോകാനില്ലാത്തതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് പറ്റിയത്. പിന്നെ സമയം 9 മണി. പ്രത്യേകിച്ച് രാവിലെ എവിടെയും പോകാനില്ല, അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയത്. ഒരു സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെയാണ് പോകുന്നത്. ഈ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉച്ചക്കാണ് പരിപാടി. സുന്ദരനല്ലേ? ഈ എന്താ എൻ്റെ കൂടെ ഇല്ലവേ അവരുടെയാണ് ഒത്ത നമ്മളെ കിറ്റു. ഓക്കെ, എന്നാലും ഇവനായിരുന്നു ഫാൻസ് ഫുള്ള്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഫാൻസ് ഫുള്ള് ഇവനായിരുന്നു. ഞാൻ വീടിട്ട് പക്ഷെ ഫാൻസ് ഇവന്. ഞാൻ ബർത്ത്ഡേ ഫംഗ്ഷൻ കാണിച്ച് സൗത്ത് കൊറിയ കുറച്ച് വില്ലേജിലാണ്. അപ്പോഴും പൂക്കിയ മുഴുവൻ വെൽക്കം വെൽക്കം പിന്നതാ ഫംഗ്ഷൻ തുടങ്ങാനായി. ഇതാ ചെറിയ സ്റ്റേജാണ് ആദ്യത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഫിനിഷായി. ഏയ് നമ്മളെ പൂക്കി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോണിൽ തന്നെ ഇവൻ്റെ ഫോണിൽ അഡിക്റ്റാണ്. ഓക്കെ, വീട്ടിലെത്തിട്ടാ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം. ഫ്രണ്ട് അറപ്പുറത്ത് ഒറ്റ മെയ്യാൻ കാണാം. തീരത്തുള്ള പെയ്യ കാണാൻ പറ്റി ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടായിരുന്നു. ആണ് നമ്മളെ ഫ്രണ്ട് മലപ്പുറംകാരി. എത്തിക്കഴിഞ്ഞ് എനിക്ക് ഇപ്പം നമ്മൾ പൊട്ടാൻ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ചെണ്ട പൊട്ടാൻ തുടങ്ങി. തെയ്യം എന്താ റെഡിയായി വന്നു ഗൈസ്. തെയ്യം മോപ്പാളൊക്കെ ധരിച്ച് ഇതാ അടാ ചെണ്ടയൊക്കെ കൊട്ടുന്നുണ്ട്. തീയുന്നുണ്ട്. തെയ്യം ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത തെയ്യം തുടങ്ങി. അടുത്ത മോപ്പാളായിട്ട് തീയിലൊക്കെ തെളുന്ന നമ്മൾ കണ്ടു. തീയിൽ എന്താ തീയിലൊക്കെ തെളുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. സിയാ എങ്ങനെ ഉണ്ടായിരുന്നു തെയ്യ? സൂപ്പർ നൈസ്, സൂപ്പർ ഉണ്ടായിരുന്നോളും. അടിപൊളി ഉണ്ടായിരുന്നു. അപ്പം വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു.